ടോട്ടല് ഒരു 25 റോ ആണ് ചെയ്യേണ്ടത്. 25 റോ 24 റോ വൈറ്റ് വരെയും പിന്നെ ഒരൊറ്റ റോ നമ്മൾ ഏത് കളറാണോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആ കളറിൽ ഒരു റോ കൂടി കൊടുക്കുക. അത് 25ാമത്തെ റോ കൊടുക്കുക. അതിനുശേഷം 2 ലെയർ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. നോർമലി 2 പേരും കൂടിയിട്ട് എന്താണ് 2 സൈഡും സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നിർത്തുക. ഒരു ചെയിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഇവിടുന്ന് ഈ അറ്റം വരെ റൗണ്ട് ചെയ്ത് വന്നിട്ട് അങ്ങനെ 2 ലെയർ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. 2 ലെയർ സിംഗിൾ ക്രോഷ്യ കൊടുത്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ വർക്ക് അത് ഫിനിഷ് ചെയ്യുക. കണ്ടോ, ആ വർക്ക് അവിടെ ഫിനിഷ് ചെയ്ത് വയ്ക്കുക. ടോട്ടലായിട്ട് ഇങ്ങനെയായിരിക്കും ഒരു വ്യൂ കിട്ടുക. ദെൻ ഇനി അടുത്ത് വരുന്നത് ബാഗിൻ്റെ സ്ട്രാപ്പാണ് ഈ ചെയ്യാൻ പോകുന്നത്. ബാഗിൻ്റെ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അവിടെ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൗണ്ട് ചെയ്യുക. അതായത് നമ്മളിത് നേരെ പിടിക്കുക കേട്ടോ. ഈ 2 അറ്റം, അതായത് ഇവിടെയും കണ്ടോ, ഇവിടെയും അതുപോലെ തന്നെ ഈ വർക്ക് തുടങ്ങിയ 2 സൈഡും ചേർത്ത് പിടിക്കുക. ഇങ്ങനെയായിരിക്കും കിട്ടുക. 2 സൈഡ് ചേർത്ത് പിടിക്കുക, അങ്ങനെ കിട്ടും. നമ്മളിവിടെയാണ് സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ളത്. നമ്മളിവിടെയാണ് സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കറും ഇതും രണ്ട് വശവും കൊണ്ട് 2 കൂടി ചേർത്ത് പിടിച്ചിട്ട് കൗണ്ട് ചെയ്യണം. അതായത് ഇവിടെയും ഒരു സ്റ്റിച്ച് എവിടെയാണോ അതിൻ്റെ നേരെ പോയിൻ്റത് അവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്റർ മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കണം കേട്ടോ. അതായത് ഈ 2 അറ്റവും, അതായത് ഈ അറ്റവും ഈ അറ്റവും 2ഉം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം മടക്കാൻ. മടക്കി ഇതാണ് ഇതിൻ്റെ അറ്റം വന്നിട്ടുള്ളത്. അതിൻ്റെ അറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്ക് അതിന് നേരെ ഇട്ട് കൊടുക്കുക. അതുപോലെ പുറത്തും ചെയ്യാം കേട്ടോ. അതിന് നേരെ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരെണ്ണിടുക, ഇവിടെ ഒരെണ്ണിടുക. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാം. ഇവിടുന്ന് എത്ര ചെയിൻസ് വരുന്നുണ്ടെന്ന്, എത്ര ചെയിൻസാണ് ഇവിടുന്ന് വരുന്നുള്ളതെന്ന് കൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41ലാണ് നമ്മളിവിടെ എന്നോട് സ്റ്റിച്ച് മാർക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. സെയിം അളവ് തന്നെയാണ് ഇവിടെയെന്ന് നോക്കുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 39 40. കണ്ടോ, 2 സൈഡിലും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ സ്റ്റിച്ച് മാർക്ക്, നിങ്ങളുടെ വർക്ക് കഴിഞ്ഞത് എവിടെയാണോ അവിടെ നിന്ന് തൊട്ടിട്ട് കൗണ്ട് ചെയ്തിട്ട് വേണം ഇടാൻ. 2 കൂടി ചേർത്ത് വെക്കുക. അതിന് ശേഷം സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ട് കൗണ്ട് ചെയ്യുക. 2 സൈഡിലും കറക്റ്റ് അളവാണ് എന്ന് നോക്കണം കേട്ടോ. അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 100 ചെയിൻ ഇടുക. ഈ സ്റ്റിച്ച് മാർക്കർ അഴിക്കുക. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ അഴിച്ചതിന് ശേഷം 100 ചെയിൻസ് ഇടുക. പിന്നെ 100 ചെയിൻസ് ഇടുക. 100 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. ഇതാണ് 100 ചെയിൻസ് ആയിട്ട് വരുമ്പോൾ ഉള്ളതുണ്ട്. 100 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. ഇനി 100 ചെയിൻ ഇട്ടത്
നമ്മൾ ഫസ്റ്റത്തെ, അതായത് നമ്മൾ ഇവിടെ നിന്നാണ് 100 ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇത് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് മാർക്ക് കഴിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ചെയിനിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചിട്ട് ഒരു ചെയിനിട്ട് കൊടുക്കുക. ഒരു ചെയിനിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ വർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മളവിടെ ഇട്ട് അടുത്ത ഹോളുണ്ടല്ലോ, അടുത്ത ഹോൾ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇങ്ങനെ ഈ വർക്ക് ഇവിടെ നിന്ന് റൺ ചെയ്തിട്ട് ഇവിടെ അടുത്ത സ്റ്റിച്ച് മാർക്ക് വരെ എത്തുക, അവിടെ അടിക്കുക. അവിടെ നിന്ന് വീണ്ടും എഗെയിൻ 100 ചെയിൻസ് ഇട്ട് സ്റ്റാർട്ടാവുക. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തി. അവിടെ വീണ്ടും ഒരു ചെയിനില്ല, ഒരു ചെയിനല്ല, സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ദെൻ അവിടെ നിന്നൊരു 100 ചെയിൻസ് നമ്മൾ ഇടുക. ഓക്കെ, അങ്ങനെ 100 ചെയിനായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഈ 100 ചെയിൻ്റെ ഉള്ളിലും സിംഗിൾ വർക്ക് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ദെൻ നമ്മളിവിടെ വരെ എത്തി, അത് ജോയിൻ ചെയ്തു. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോളുകളെല്ലാം ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവുക. ഇവിടെയൊക്കെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അടുത്ത ചെയ്യേണ്ട ഭാഗത്തേക്ക് നമ്മൾ അഗെയിൻ ഇവിടെ നിന്ന് എന്താണ് സിംഗിൾ ക്രോഷ്യ, അതായത് ഈ അറ്റത്ത് നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഇതുവരെ ചെയ്യുക. വീണ്ടും ഇവിടെ നിന്ന് ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ 2 ലെയർ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ലെയർ നമ്മളിപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെയർ ചെയ്തു, ഇത് നമ്മളിതിൽ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ 2 ലെയർ സിംഗിൾ ക്രോഷ്യ ഒരു ചെയിൻ വർക്കിൽ ചെയ്യണം. അങ്ങനെ ഇതുവരെ എത്തി. ലാസ്റ്റ് ഇനി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഈ ബാഗ്, ഇത് ബാഗിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ. ഈ ഭാഗം വരുന്നുണ്ട്. ഇതിൽ എല്ലാ ചെയിൻ്റെ ഉള്ളിലും സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. എല്ലാ ചെയിൻ്റെ ഹോൾസിലും എന്ത് ചെയ്യാം, സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് പോവാം. അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇത്രയും 100 എണ്ണം ചെയ്തിട്ടുണ്ട്. 8 മുതലേക്ക് 100 ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റിച്ച് മാർക്കർ എടുക്കുക. അതായത് ഇവിടെയാണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ കൊണ്ടുവന്നത്. അടുത്ത സ്റ്റിച്ച് മാർക്കർ അയക്കുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് വന്നു എനിക്ക് ഉണ്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. എല്ലാ ഹോൾസിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. ഇതുപോലെ ഇവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത ഇതുവരത്തേക്ക് എത്തിക്കുക. ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നിട്ട് ഇതുവരെ എത്താം.